ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ലൈവ് വാൾപേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ സ്ക്രീൻ മനോഹരമാക്കി വെക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരിക്കത്തില്ല. അത് കാരണം പല സുഹൃത്തുക്കളും പല വാൾപേപ്പറുകളും സെറ്റ് ചെയ്ത് മൊബൈലിൽ വെക്കാറുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഒന്നിലധികം വാൾപേപ്പറുകൾ ഒരേ ടൈമിൽ നിങ്ങളുടെ സ്ക്രീനിലൂടെ മറിയുന്ന ഒരു ലൈവ് വാൾപേപ്പറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം നല്ല ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ കുറച്ച് നാൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ള സുഹൃത്തുക്കൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ മുകളിലായിട്ട് കാണാൻ കഴിയുന്നതാണ് ഓട്ടോ ചേഞ്ച് വാൾപേപ്പർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് മുകളിലുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ സെറ്റ് വാൾപേപ്പർ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. വാൾപേപ്പർ ലോഡായി വരുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്ക്രീനിലായിട്ട് കുറച്ച് വാൾപേപ്പറുകൾ. നമുക്കിനി ഈ ഒരു വാൾപേപ്പറിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. വാൾപേപ്പറിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഓട്ടോമാറ്റിക് എന്നുള്ളത് ടിക്കിൽ തന്നെ ഇട്ട് കൊടുക്കുക. എങ്കിലേ അവ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ടുള്ള വാൾപേപ്പറുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ മറിയത്തുള്ളൂ. ശേഷം നിങ്ങൾ ഇതിൻ്റെ ഒരു ടൈം എത്ര സെക്കൻഡ് വീതം വേണം നിങ്ങൾക്ക് സ്ക്രീനിൽ ഓരോ വാൾപേപ്പറും വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 2 സെക്കൻഡ് തൊട്ട് 20 സെക്കൻഡ് വരെയുള്ള ടൈമിംഗ് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 2-ൽ തന്നെയാണ് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഷേക്ക് ചെയ്യുമ്പോഴാണ് വാൾപേപ്പർ മാറേണ്ടത് എങ്കിൽ നിങ്ങൾ ഷേക്ക് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം അത് പോകുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇട്ടേക്കാണ്. അതല്ല ടച്ച് ചെയ്യുന്ന സമയത്താണ് സ്ക്രീനിലെ ഡിസ്പ്ലേയിലുള്ള ആ ഒരു ഇമേജ് മാറേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ ടച്ച് എന്നുള്ളതിന് നേരെയുള്ള ആ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ട്രാൻസിഷൻ ടൈപ്പ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ കഴിയും ഏത് രീതിയിലാണ് ഓരോ ഫോട്ടോസും വരേണ്ടത് എന്നുള്ളതാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, മുകളിൽ നിന്ന് താഴെ, അങ്ങനെ കുറേ ഉണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് റാൻഡം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രീതിയും തന്നെ വരും. ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ബാക്ക് അടിക്കാം. ബാക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വാൾപേപ്പറുകൾ നിങ്ങളുടെ സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ നിരവധി വാൾപേപ്പറുകൾ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് അറിവ് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക.
ഇതുപോലെയുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ടിപ്സുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാൻ എൻ്റെ വിഷ്ണു ബാബു എന്ന ഈ പേജ് ലൈക്ക് ചെയ്തു വെക്കുക. ഒപ്പം എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്താലും ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു നല്ലൊരു ആപ്ലിക്കേഷനുമായിട്ട് എത്തുന്നവരേക്കും ഇതുവരെ തന്ന എല്ലാ സഹകരണത്തിനും എൻ്റെ കൂട്ടുകാരോട് നന്ദി അറിയിക്കുന്നു.